അങ്ങനെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ചന്ദ്രമതി വിശ്വസിക്കാനാകാതെ മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ശ്രുതിയെ ആർത്ത് വിളിക്കുന്നുണ്ട്. ഇത് കേട്ട ശ്രുതിയും സുധിയും കൂടി താഴോട്ട് ഇറങ്ങി വരുന്ന കേട്ടോ. ചന്ദ്രമതി ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ശ്രുതി മുൻപ് വിവാഹം കഴിച്ചതാണോന്നും അതിൽ തനിക്കൊരു കുഞ്ഞുണ്ടോന്നാണ് കേട്ടോ ചന്ദ്രമതി ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് ആകെപ്പാടെ ഞെട്ടി തരിച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിക്കുന്നുണ്ട്. ശ്രുതിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ശ്രുതി മറച്ചു പിടിച്ച സത്യങ്ങളൊക്കെ തന്നെ ആരറിയരുതെന്ന് വിചാരിച്ചോ അവരിപ്പോ അറിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് നേരം എല്ലാവരും ചോദിച്ചിട്ടും ശ്രുതി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ശ്രുതിക്ക് കള്ളം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം അത് തെളിയിക്കാൻ വേണ്ടി ചന്ദ്രമതി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വരെ വരുത്തിക്കാന്ന് പറയുന്നുണ്ട്. കൂടെ വർഷയാണെങ്കിൽ വർഷക്കറിയാവുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിളിക്കാനും അവര് മുഖേന ശ്രുതി ചേച്ചി മുൻപ് പ്രഗ്നന്റ് ആയിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ശ്രുതിക്ക് കള്ളൊന്നും പറയാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ നിർബന്ധപ്രകാരം ശ്രുതിക്ക് 1 മണിക്കൂർ സമയം ചന്ദ്രമതി കൊടുക്കുന്നുണ്ട്. അതിനകത്തായിട്ട് നീ തെളിയിച്ചിരിക്കണം നീ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടില്ലെന്നും അതിലൊരു കുട്ടി ഇല്ലെന്നുള്ളത് എന്നാണ് ചന്ദ്രമതി പറഞ്ഞിരിക്കുന്നത്. 1 മണിക്കൂറിനകത്ത് നീ എങ്ങാനും അത് തെളിയിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് പിന്നെ ഈ ചന്ദ്രോദയത്തിന് പുറത്തായിരിക്കും സ്ഥാനം. അത് മാത്രമല്ല നീ എന്റെ മകന്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവത്തില്ല. അത് നേരെ മറിച്ച് ഇനി രേവതി പറഞ്ഞതാണ് കള്ളമെങ്കിൽ രേവതി ഇവിടെ അടിച്ച് ഞാൻ പുറത്താക്കും എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂർ സമയം കൊടുക്കുന്നത് വരെയാണ് കേട്ടോ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1 മണിക്കൂർ അവസാനിക്കുന്നുണ്ട്. ചന്ദ്രമതി നേരെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി അവിടെ ഒന്നും കാണാനില്ല. എന്ത് പറയണമെന്ന് അറിയാതെയുള്ള പേടിയില് ശ്രുതി നേരെ ശ്രുതിയുടെ വീട്ടിലോട്ട് അവിടെ ഓടി പോയിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഇത് ഓടി വെപ്രാളപ്പെട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടുന്നുണ്ട് ശ്രുതിക്ക്. ആ ഓട്ടോയിൽ കയറി നേരെ ശ്രുതിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് തന്റെ മകനെയും അമ്മയും ഒക്കെ കാണിക്കുന്നത് വരെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാട്ടോ. അങ്ങനെ അത് കണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത എപ്പിസോഡിന്റെ തുടർച്ച മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് തുടങ്ങാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ വീടാണ് കേട്ടോ. ശ്രുതിയുടെ അമ്മ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കല്യാണി മോളെ ഇനി നീ എന്ത് ചെയ്യാനാ ഭാവം? സത്യങ്ങളൊക്കെ ഇപ്പോ വീട്ടിൽ അറിഞ്ഞില്ലേ? എന്നാ പിന്നെ ഇങ്ങനെ ഒരു മോനുള്ളത് ഇനിയും മറച്ചു വെക്കണോ? ഇത് കേട്ട ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മ എന്താ പറയുന്നത്? സത്യങ്ങളൊക്കെ അവിടെ അങ്ങ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി മാറുമെന്നോ? മോളെ കല്യാണി ഞാൻ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. എന്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? ഓരോ ദിവസം കൂടുന്തോറും എന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എങ്ങനെയാ ആദ്യം വെച്ചുകൊണ്ട് ഈ വീട്ടിൽ കഴിയുന്നത്? മോൾ ആദ്യം ഏറ്റെടുക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ കണ്ണടയ്ക്കായിരുന്നു. അമ്മ ഇങ്ങനെ എന്തിനാ ഏത് സമയം അമ്മയുടെ ആരോഗ്യനിലയെ കുറിച്ച് പറയുന്നത്? അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? ഡോക്ടർ അങ്ങനെ പലതും പറയും, പക്ഷെ എനിക്കുള്ള ബുദ്ധിമുട്ടുകള് എനിക്കല്ലേ അറിയാൻ പറ്റൂ. ദേ കല്യാണി ഇപ്പം ദൈവമായി തന്ന ഒരു അവസരമാണ്. ഈ സമയത്ത് നീ എനിക്ക് കള്ളമൊന്നും പറഞ്ഞ് ഇങ്ങനൊരു മോൻ നിനക്കില്ലാന്ന് വരുത്തി തീർക്കരുത്. അതിന് പകരം നീ നിന്റെ മോനുമായിട്ട് ചന്ദ്രോദയത്തിലേക്ക് ചെല്ല്. അമ്മ എന്താ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വീണ്ടും അമ്മ ഇത് തന്നെ പറയാണ്. ഇവനുമായിട്ട് ഇപ്പൊ ഞാൻ ചന്ദ്രോദയത്തിലേക്ക് ചെല്ലണോ? എന്നാ പിന്നെ അവിടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്റെ ഭർത്താവിന്റെ അമ്മ എന്ന് പറയുന്നവര്. അവരെന്നെ കൈനീട്ടി സ്വീകരിക്കും. എന്നെ മാത്രല്ല ദാ ഇവനെയും. അവരെ ഒരു ചൂലെടുത്തോട് വരും. എന്നിട്ട് എന്നെ ആദ്യം അടിച്ചു വെളിയിൽ കളയും. അത് നിങ്ങൾക്ക് കാണണോ? എന്റെ ജീവിതം കുട്ടിച്ചോറാവുന്നത് കാണാനാണല്ലോ അല്ലേനും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താ കല്യാണം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ അമ്മയല്ലേ? നിനക്ക് നല്ലതല്ലാത്തത് വരുന്നത് ഞാൻ ആഗ്രഹിക്കും മോളെ. പിന്നെ എന്തിനാ അമ്മ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദേ ആദ്യം കൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല. അല്ല നീ ഇപ്പൊ അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുന്നതിനിടെ കൂടെ ഇറങ്ങി പോന്നതല്ലേ? അപ്പൊ നിന്റെ ഭാഗത്താ തെറ്റെന്ന് സുധിയുടെ അമ്മ വിചാരിക്കില്ലേ? എനിക്കൊന്നും അറിയില്ല അമ്മേ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഇവരെയും കൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തോടെ എന്നെ ആട്ടി ഇറക്കി വിടത്തേ ഉണ്ടാവൂ. ഇതിന് തൽക്കാലത്തിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. എന്നിട്ട് എനിക്ക് ചന്ദ്രോദയത്തിലോട്ട് തന്നെ മടങ്ങണം. അതിനിടയിലായിട്ട് എന്തെങ്കിലും ഒരു കള്ളം കണ്ടുപിടിച്ചേ പറ്റൂ. നീയും എനിക്ക് കുറച്ചു നാളും കൂടി അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ സുധിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. സുധി എന്റെ കൂടെ നിന്നാ പിന്നെ എനിക്ക് അവരുടെ അമ്മയെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോളെ അതിന് സുധി അവന്റെ അമ്മയെ തള്ളിക്കളയോ? അമ്മേ ഞാൻ വിചാരിച്ചാലേ സുധിയുടെ അമ്മയെ തള്ളിക്കളയും. സുധിക്ക് സുധിയുടെ അമ്മയോട് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. പക്ഷെ സുധിയുടെ അമ്മയ്ക്ക് സുധി എന്ന് വെച്ച ജീവന. അതുകൊണ്ട് സുധി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ തെറ്റുകളൊക്കെ അവരങ്ങനെ ക്ഷമിക്കുമെന്നാ ഞാൻ കരുതുന്നത്. പക്ഷെ തൽക്കാലത്തിന് ഇപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടേ പറ്റൂ അമ്മേ. കല്യാണി ഇങ്ങനെയുള്ള പാപങ്ങൾക്കൊന്നും ഞാൻ നിന്റെ കൂടെ കൂട്ടു നിൽക്കില്ല. അതൊക്കെ നീ തന്നെ അനുഭവിച്ചോ. നീയായിട്ട് ഓരോന്നുണ്ടാക്കി വെച്ചതാ. ദേ ഇപ്പൊ തന്നെ ആ കുഞ്ഞിനെ നീ എന്തൊക്കെയാ പറഞ്ഞത്? ആ പാവം മുറിയിൽ ചെന്ന് കരയുന്നുണ്ടായിരിക്കും. അമ്മേ ഞാൻ പെട്ടെന്ന് ആ ടെൻഷനിൽ പറഞ്ഞു പോയതാ. അല്ല ആദ്യം എവിടെ?
ആദി, ആദി. ആദിയെ വിളിക്കണ്ട, അവ മുറിയിൽ കാണും, അങ്ങോട്ട് ചെല്ല്. അങ്ങനെ ശ്രുതി മുറിയിലോട്ട് ചെല്ലുമ്പോ ശ്രുതിയുടെ മകൻ ആദി ഒരു കട്ടിലിന്റെ ഒരു മൂലയിൽ വിഷമിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദി, അമ്മയുടെ ആദി. ഇത് കേട്ടപ്പോ ആദി പതുക്കെ ഒന്ന് തല ഉയർത്തുന്നുണ്ട് കേട്ടോ. മോനെ, അമ്മ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ, അമ്മയോട് നീ ക്ഷമിക്ക്. ആദി, അമ്മയ്ക്ക് മോനല്ലാതെ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? ആ സമയത്ത് ആ കുഞ്ഞിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. മോനെ ആദി, അമ്മയോട് ക്ഷമിക്കില്ലേ? ഇതും പറഞ്ഞോണ്ട് ആദിയെ കൂട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്തിനെന്നെ വഴക്ക് പറഞ്ഞത്? അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു പോയതല്ലേ. അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതെന്റെ ആദ്യം മനസ്സിലാക്കില്ലേ? സുധിയങ്കൾ അമ്മയെ വഴക്ക് പറഞ്ഞോ? അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായി മോനെ. പക്ഷെ എൻ്റെ ആദ്യം അതൊന്നും അറിയണ്ട. അമ്മ എങ്ങനെയെങ്കിലും അതൊക്കെ ശരിയാക്കും. എന്നിട്ട് എൻ്റെ ആദ്യം അമ്മയുടെ കൂടെ കൂട്ടാൻ അമ്മ നോക്കുക. അതിനുവേണ്ടി അമ്മ പരിശ്രമിക്കുക. മോൻ അമ്മയെ വെറുക്കരുത്. ഞാൻ എൻ്റെ അമ്മയെ വെറുക്കില്ല. ഇതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി കൂട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ, ചേർത്ത് പിടിക്കാൻ കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രോദയാണ് കേട്ടോ. അപ്പൊ ഭാമ പറയുന്നുണ്ട്, രവിയേട്ടാ എത്ര നേരം വെച്ചിട്ടാ ശ്രുതിയെ കാത്തിങ്ങനെ നിൽക്കുന്നത്? അവളാണെങ്കിൽ വരുന്നുമില്ല. എനിക്കൊന്നും അറിയില്ല ഭാമേ. ആർക്കും ഒന്നും അറിയണ്ട. അവള് പഠിച്ച കളിയാ ആ ശ്രുതി. അവളെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി എന്നൊക്കെ ചന്ദ്രമതി ദേഷ്യം പിടിച്ച് പറയാൻ കേട്ടോ. ആ സമയത്ത് ശ്രുതി അവിടെ കാണിക്കുന്നുണ്ട്. എടാ, അവൾ ഇപ്പൊ എങ്ങാനും വരുമോ? എനിക്ക് എങ്ങനെ അമ്മ അറിയാം? ഞാൻ പരമാവധി സ്ഥലത്ത് അന്വേഷിച്ചു. അവളെന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്കത് തമാശയായിട്ടാ ഇപ്പോഴും തോന്നുന്നത്. ശ്രുതി, നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയടാ. അല്ലേനും അതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വത്തെന്ന് കേൾക്കുമ്പോ കമ്മന്നടിക്കുന്ന എന്നെ വേണം പറയാൻ. അപ്പൊ രവി പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ചന്ദ്രേ നിനക്ക് നിന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലായല്ലോ. രവിയേട്ടാ, എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ ചക്കയൊന്നും അല്ലല്ലോ ചുഴന്നു നോക്കാനേ. ഇവളെ പോലുള്ളവരുടെ ഉള്ളറിയാൻ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ശ്രീകാന്ത് വരുന്നുണ്ട്. അമ്മേ, ഞാനും വർഷവും പുറത്ത് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അവിടെയൊന്നും ശ്രുതിയേട്ടത്തിയെ കാണാനില്ല. എങ്ങനെ കാണാനുണ്ടാവും? അവൾ അത്രയ്ക്കും വലിയ തെറ്റ് എന്നോട് എന്റെ മകനോട് ചെയ്തിട്ട് എവിടുന്ന് പോയത്. അവളങ്ങനെ വെറുതെ സന്തോഷത്തോടെ എവിടെയും പോയി താമസിക്കാന്ന് കരുതണ്ട. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ ചന്ദ്രമതി കണ്ടെത്തിയിരിക്കും. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഇനി എങ്ങാനും ഇത് തെളിയിക്കാൻ വേണ്ടി ശ്രുതി പുറത്തോട്ടെങ്ങാനും പോയി കാണൂ. ആ സമയത്ത് ചന്ദ്രമതി ശ്രുതിയൊന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവള് പോവോ? അറിയില്ലമ്മേ, ചിലപ്പോ അതിന് വല്ല സാധ്യതയുണ്ടെങ്കിലോ. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. ഹോ, പിന്നെ നിന്റെ ഭാര്യ ഉള്ള തെറ്റ് മുഴുവൻ ചെയ്തിട്ടേ ഇവിടുന്ന് ഓടിപ്പോയേക്കുവാ. എടാ സച്ചി, അനാവശ്യമായിട്ട് നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കും. എടാ, നിന്നോട് നിന്റെ ഭാര്യ പറഞ്ഞു ആ ഭാര്യയ്ക്ക് ഒരു ഭർത്താവും കുഞ്ഞുണ്ടെന്നുള്ളത്. അതുപോലും വിശ്വസിക്കാതെ അവള് തമാശയും പറഞ്ഞതാണെന്നും പറഞ്ഞ് നിൽക്കുക അവൻ. എടാ, എന്നോട് ശ്രുതി തമാശ പറഞ്ഞത് തന്നെയാ, അല്ലാതെ അവൾ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ, ഈ രേവതി. അമ്മേ, ഒരു കുഞ്ഞിന് വേണ്ടി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെന്നതാ. അവിടെ ചെന്നപ്പോ ഇവളെ അളിയത്തിയും കൂടി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു മറിച്ച് വളച്ചൊടിച്ച് കഥ ഇങ്ങനെ ആക്കിയതാ. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഇവളെ ഞാൻ ഇവിടുന്ന് ഇന്ന് കെട്ടിക്കും. പിന്നെ ഇവക്ക് ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല. അടിച്ച് നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. അപ്പൊ രേവതി പറയുന്നുണ്ട്, അമ്മേ, എന്റെ അനിയത്തി കേട്ട കാര്യമോ പറഞ്ഞത്? ആ നേഴ്സിനോട് കാര്യം ചോദിച്ചപ്പോ അവരുള്ള കാര്യമല്ലേ പറഞ്ഞത്. ആ സംഭവം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്, അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത കഥയൊന്നും അല്ല ഇത്. എടി, ഇനി നിന്റെ അനിയത്തി ആവട്ടെ, അല്ലെങ്കിൽ നേഴ്സ് ആവട്ടെ, ഇനി ഡോക്ടർ ആവട്ടെ, അവരാര് കള്ളം പറഞ്ഞതാണെങ്കിലും അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിരിക്കും. ഇവിടുന്ന് നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കും. അപ്പൊ രവി പറയുന്നുണ്ട്, അതെന്താ ചന്ദ്ര അങ്ങനെ? കേട്ട കാര്യമാണ് മോൾ ഇവിടെ വന്ന് പറഞ്ഞത്. അത് തെറ്റാണോ ശരിയാണെന്ന് മോൾക്കറിയില്ല. ആ സംഭവം നേരെ വർഷയോട് ചെന്ന് പറഞ്ഞു. വർഷയല്ലേ എല്ലാവരും അറിയിച്ചത്. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ, വർഷയാണ് എല്ലാവരും അറിയിച്ചത്. രേവതി ചേച്ചി ഇത് സത്യമാണോന്ന് അറിഞ്ഞിട്ട് എല്ലാവരോടും പറയാന്ന് വർഷയോട് പറഞ്ഞതാ. വർഷയുടെ എടുത്തുചാട്ടോ ഇപ്പൊ രേവതി ചേച്ചിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ വർഷ പറയുന്നുണ്ട്, ആന്റി, ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാനല്ല അനുഭവിക്കേണ്ടത്. അതെന്തിനാ പാവം രേവതി ചേച്ചിയുടെ തലയിൽ വെക്കുന്നത്? വർഷേ, നിന്നെ ശിക്ഷിച്ച എങ്ങനെയാ ശരിയാവുക? ഇവളെപ്പോലുള്ള ഒരു പൂക്കാരിയെ ശിക്ഷിച്ചാലേ അതിനുള്ള ശിക്ഷ ശരിക്കും കിട്ടൂ. ആന്റി, തെറ്റ് ചെയ്തവരെ വേണം ശിക്ഷിക്കാന്. അതിനു പകരം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അല്ല ശിക്ഷിക്കേണ്ടത്. വർഷേ, ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല. ആദ്യം ശ്രുതി വരട്ടെ, എന്നിട്ട് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനം എടുക്കൂ. അപ്പൊ ഭാമ പറയുന്നുണ്ട്, എന്തായാലും ഇതൊന്ന് സത്യമാവാതിരുന്നാ മതിയായിരുന്നു. ഇതൊക്കെ സത്യമായി നാട്ടിൽ അറിഞ്ഞാ പിന്നെ എന്റെ ചന്ദ്രേ, നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ദേ, ഇന്നത്തെ ദിവസം ശരിക്കും നിനക്ക് നല്ലൊരു ദിവസം ആവേണ്ടതായിരുന്നു. സച്ചിയുടെ കാറിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ പ്രസവം നടത്തിയില്ലേ? അങ്ങനെ അവൻ വൈറലായി നിൽക്കുന്ന സമയമായിരുന്നു. ഇതിപ്പോ അതിന്റെ ഇടയ്ക്ക് കേൾക്കാൻ പാടില്ലാത്ത പലതും അല്ലേ കേട്ടത്. ഇതൊന്നും സത്യമാവാതിരുന്നാ മതിയായിരുന്നു. ദൈവമേ, ബാമേ, ഞാൻ അത് തന്നെയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രുതി ഇനി എവിടെ പോയി കിടക്കുവാന്ന് ആർക്കറിയാം. ശ്രുതിയുടെ ഫോണിലോട്ട് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല.
ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രുതിയുടെ വീടാണ് കേട്ടോ. ശ്രുതിയുടെ വീട്ടിലേക്ക് അല്പം നേരെ കഴിഞ്ഞപ്പോ മീര വരുന്നുണ്ട്. ശ്രുതി ശ്രുതി ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മീരെ നീ വന്നോ? ഞാൻ വന്നു. ഇനി എന്താ നിന്റെ അടുത്ത പ്ലാന്? അത് പിന്നെ എനിക്കൊന്നും അറിയില്ല മീരെ. നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ തൽക്കാലം ഒരു ആശ്വാസത്തിനാ. എനിക്ക് തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് കയറേണ്ടി വരുന്നത് എന്തെങ്കിലും ഒരു തെളിവോടുകൂടി ആയിരിക്കണം. ശ്രുതി, നീ എത്ര നിസ്സാരമായിട്ടാ ഈ കാര്യത്തെ പറഞ്ഞു തള്ളുന്നത്. ഈ പ്രശ്നത്തിന്റെ ഗൗരവം എന്താണെന്ന് നീ എന്താ ആലോചിക്കാത്തത് ശ്രുതി? മീരെ, ഞാൻ ആലോചിക്കായിട്ടല്ല. എന്റെ അടുത്ത് മറ്റു വഴികളൊന്നുമില്ല. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നീ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ശരിയാക്കിത്താ. ഞാൻ എന്ത് ചെയ്ത് ശരിയാക്കാനാ? ആ സമയത്താണ് കേട്ടോ ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. മോളെ മീരെ, നീ ഇപ്പൊ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ അമ്മേ. കുടിക്കാൻ എന്തേലും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. ശ്രുതിയുടെ വിഷമം അറിഞ്ഞപ്പോ ഓടി വന്നതാ. എന്തിനാ മോളെ പറയുന്നത്? അവൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളല്ലേ, അവള് തന്നെ അനുഭവിക്കട്ടെ എല്ലാം. അമ്മ വെറുതെ ഇതിന്റെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കാതെ അമ്മ പോയേ. ഞാൻ മീരയായിട്ട് സംസാരിക്കട്ടെ. എന്തെങ്കിലും ഒരു മാർഗം മീര പറഞ്ഞു തരും. ഞാൻ എന്ത് പറയാനാ ശ്രുതി? മീരെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റ്. ഏത് ഗൈനക്കോളജിസ്റ്റ്? നീ കാണിക്കുന്ന ഡോക്ടറെ തന്നെ ഒന്ന് ബന്ധപ്പെട്ട് നോക്ക്. അവര് ചിലപ്പോൾ നിന്റെ കൂടെ നിന്നാലോ? അവരെന്റെ കൂടെ നിൽക്കില്ല. കാരണം അവര് സത്യസന്ധമായിട്ടുള്ള ഒരു ഡോക്ടറാ. ഞാൻ അവരോട് കാര്യം അവതരിപ്പിച്ചിരുന്നു. ആ സമയത്ത് അവർ കൂടെ നിൽക്കില്ലെന്ന് തന്നെയാ തറപ്പിച്ച് പറഞ്ഞത്. അയ്യോ, അപ്പൊ പിന്നെ അവർ ചെന്ന് വിവരം തിരക്കി കഴിഞ്ഞാൽ ഈ ഡോക്ടർ എല്ലാം പറയില്ലേ? അത് പറയില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്നോട് ആരെന്ത് വന്ന് ചോദിച്ചാലും ഞാൻ ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരോടും കള്ളം പറഞ്ഞ് എനിക്ക് വേണ്ടി സംസാരിക്കില്ലെന്നാ രാജലക്ഷ്മി മാഡം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇനിയിപ്പൊ എന്താ ചെയ്യാ? നിന്റെ മുന്നിൽ വേറെന്താ മാർഗം ഉള്ളത്? എനിക്കൊന്നും അറിയില്ല മീരെ. എന്റെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ഞാൻ കാണിച്ചിരുന്ന ഡോക്ടർ തന്നെ എന്നെക്കുറിച്ച് ഇതൊന്നും ശരിയല്ലെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അത് വിശ്വസിച്ചേനെ. പക്ഷേ രാജലക്ഷ്മി മാഡം അതിന് തയ്യാറാകുന്നില്ല. എന്നാ പിന്നെ നമുക്ക് വേറൊരു ഐഡിയ നോക്കിയാലോ? എന്ത് ഐഡിയ? എന്റെ പരിചയത്തില് എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവള് ഡോക്ടറാ. പക്ഷേ അവള് ഗൈനക്കോളജിസ്റ്റ് ഒന്നും അല്ല. പിന്നെ എങ്ങനെയാ ശരിയാവുക? അതൊന്നും എനിക്കറിയില്ല. തൽക്കാലത്തിന് എങ്ങനെയെങ്കിലും അവളെ നമുക്ക് പിടിച്ചു നിർത്താം. കുറച്ച് കാശ് കൊടുത്താൽ മതി. കാശൊക്കെ കൊടുക്കണോ? കാശ് കൊടുക്കാതെ പിന്നെ അവളെ വെറുതെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നിന്റെ കൂട്ടുകാരിയാണെന്നല്ല പറഞ്ഞത്. കൂട്ടുകാരിയൊക്കെ തന്നെയാണ്. പക്ഷെ കുറച്ച് തട്ടിപ്പ് വെട്ടിപ്പൊക്കെ ആളുടെ കയ്യിലുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ സെറ്റാക്കി എടുക്കാം. നീ വിഷമിക്കാതിരിക്കി. അവളെന്തായാലും ഡോക്ടറാണല്ലോ, ഗൈനക്കോളജിസ്റ്റ് ആണെന്ന് നമുക്കങ്ങ് വരുത്തി തീർക്കാന്നേ. അല്ല, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഇനിയും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? നീ നേരെ സുധിയുടെ അമ്മയും കൂട്ടിയിട്ട് അവളുടെ ഹോസ്പിറ്റലിലോട്ട് ചെല്ല്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവളെ പറഞ്ഞേൽപ്പിച്ചോളാം. നീ എല്ലാം ശരിയാക്കോ? ഞാൻ എല്ലാം ശരിയാക്കാം. നീ വിഷമിക്കാതിരിക്കെ. പിന്നെ സുധിയുടെ അമ്മയും കൂട്ടി ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അങ്ങോട്ട് എത്തിയേക്കണം. അതൊക്കെ ഞാൻ എത്തിക്കോളാം. എന്നാ പിന്നെ ശരി, നീ ഇവിടെ ഇരുന്ന് സമയം കളയാതെ നേരെ ചന്ദ്രോദയത്തിലൂടെ ചെല്ല്. അവിടെ ഇപ്പൊ മൊത്തം പൊട്ടിത്തെറിയായിരിക്കും. അതെ, ഇപ്പോഴൊന്ന് ശ്വാസം നേരെ വീണത്. ഞാൻ നേരെ ചന്ദ്രോദയത്തിലൂടെ ചെല്ലട്ടെ. എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ മോന് വേണ്ടി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയാലോ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു മോൻ ഉണ്ടായതുകൊണ്ടാ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. ഈ കുഞ്ഞിനെ അമ്മ ആലോചിച്ച് മാത്രം. ഇനി നീ നാടകം തുടരാതിരിക്കുന്നതാ നല്ലത്. എന്റെ ഒരു അഭിപ്രായത്തിൽ സത്യങ്ങളെല്ലാം നീ തുറന്നു പറയുന്നതാ നല്ലത്. പക്ഷേ നിനക്ക് വീണ്ടും അവിടെ പിടിച്ചു നിൽക്കണമെന്ന് പറയുന്നത് കൊണ്ടാ എന്റെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലാത്തത്. മീരെ, എനിക്കിപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ. ആ രേവതിക്കിട്ടൊരു പണി കൊടുക്കാതെ ഞാൻ അവിടുന്ന് തിരിച്ചു പോരില്ല. അത് മാത്രമല്ല, എന്റെ മോന് ജീവിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വാക്ക് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. ശരി, എന്തായാലും ഞാൻ ഇറങ്ങുക. പറഞ്ഞ പോലെ എല്ലാം ചെയ്യേ. ശരി മീരെ. അങ്ങനെ മീര അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ കല്യാണിയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. കല്യാണി, അമ്മേ, മീര എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. ഞാനേ ചന്ദ്രോദയത്തിലൂടെ പോവാ. അമ്മ മോനെ നോക്കിക്കൊള്ളണം. അതിപ്പോ നീ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തന്നെയല്ലേ ആദ്യം നോക്കുന്നത്. അതല്ല അമ്മേ പറഞ്ഞത്. ഞാൻ പോയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഇതൊന്ന് ശരിയാക്കട്ടെ. അതിനിടെ കൂടെ അമ്മ എന്നെ വിളിക്കാൻ നിൽക്കരുത്. ഞാൻ വിളിക്കുന്നൊന്നുമില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. പിന്നെ എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് ആദ്യയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം. നീ ഇപ്പോ സത്യം പറയുന്നതായിരിക്കും. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? ഇനി ഇത് അമ്മ പറയരുത്. അമ്മ ഇനി ഇത് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവും. ഞാൻ പോവാ ചന്ദ്രോദയത്തിലേക്ക്. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. കിട്ടിയൊരു ഓട്ടോയിൽ കയറി നേരെ ചന്ദ്രോദയത്തിലേക്ക് പുറപ്പെടുകയാണ്. എടാ, അവളെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ലമ്മേ, കുറെ നേരമായിട്ട് ശ്രുതിയെ വിളിച്ചോണ്ടിരിക്കുക. സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. അമ്മേ, ഇപ്പൊ റിങ് ചെയ്യുന്നുണ്ട്. എന്നാ അവളെ എടുക്കുന്നുണ്ടോ നോക്ക്. അങ്ങനെ റിങ് ചെയ്യുന്ന കൂട്ടത്തില് ശ്രുതിയുടെ കോള് വരികയാണ് കേട്ടോ. അപ്പൊ തന്നെ ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അമ്മേ, ശ്രുതി ഫോൺ എടുത്ത്. ഹലോ ശ്രുതി. ശ്രുതി, എന്താ ശ്രുതി? ശ്രുതി, നീ ആളെ ടെൻഷൻ അടിപ്പിച്ചത് എവിടെ പോയിരിക്കുവാ?
അത് പിന്നെ സുധി, ആന്റി അല്ലേ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇത് തെളിയിക്കണമെന്ന്. മുമ്പ് പ്രഗ്നന്റ് ആയിട്ടില്ല എന്നുള്ളത് അത് തെളിയിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്താൻ പോയതാ. എന്നിട്ട് എന്നിട്ട് എന്തായി ശ്രുതി? എന്താവാൻ, എന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നേ ഉള്ളൂ. ആ വരുന്ന സമയത്തേക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോവണം. ആണോ? പിന്നെ നീ എത്രയും പെട്ടെന്ന് വാ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ശരി സുധി. അങ്ങനെ സുധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താടാ, എന്താ നീ പറഞ്ഞത്? എന്റെ ഭാര്യ ഇതൊക്കെ ഇട്ടേച്ച് മുങ്ങി ഓടിയെന്നല്ലേ? എന്താടാ, നിന്റെ ഭാര്യ മുങ്ങിയത് തന്നെയല്ലേ? അപ്പൊ പിന്നെ ഞാൻ അതിൽ പറഞ്ഞതിൽ എന്താ അത്ഭുതം? എടാ സച്ചി, അങ്ങനെ മുങ്ങി ഓടാൻ വേണ്ടിട്ടേ രേവതിയല്ല ശ്രുതി. ശ്രുതിക്ക് സത്യസന്ധതയുണ്ട്. അതുകൊണ്ട് ശ്രുതി തെളിയിച്ചിരിക്കും. ശ്രുതി വരുന്നുണ്ട്. എന്ത്? ശ്രുതി വരുന്നുണ്ടോ? അമ്മേ, അത് പറയാൻ വിട്ടു. ശ്രുതിയെ അമ്മ തെളിയിക്കാൻ പറഞ്ഞപ്പോ ഒരു ഹോസ്പിറ്റലോട്ട് ടെസ്റ്റ് നടത്താൻ പോയതായിരുന്നു. അവൾ ഒറ്റയ്ക്കോ? അവൾ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുക? അതിനല്ലേ അമ്മയെ വിളിക്കാൻ വേണ്ടി അവൾ വരുന്നത്. എന്നെ വിളിക്കാൻ വേണ്ടിയോ? അതെ, ടെസ്റ്റ് നടത്തി നേരെ അവൾ അമ്മയെ വിളിക്കാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക ഓട്ടോയില്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലട സുധി. അമ്മേ, അവൾ ഇപ്പൊ അവിടെ ടെസ്റ്റ് നടത്താൻ കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂറിനകത്തെ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടും. അപ്പോ അമ്മയും കൂട്ടിയിട്ട് ആ ടെസ്റ്റ് വാങ്ങാൻ നേരെ അങ്ങോട്ട് ചെല്ലും. പിന്നെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അമ്മയ്ക്ക് കേൾക്കാലോ. അത് നല്ല ഐഡിയ ആണല്ലോ. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്. അത് ശരി, അതാണ് കാര്യം. പാർലർ എടുത്തി ബുദ്ധിക്ക് കളിച്ചു. എടാ, നീ ഇപ്പൊ അങ്ങനെ പലതും പറയും. നിന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ഇത്രയും മോശമായ രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നെങ്കിൽ നിനക്ക് സഹിക്കൂടാ? ദേ സുധി, നിന്റെ വായിലെ എല്ലാ പല്ലും അടിച്ച് തെറിപ്പിക്കും ഞാൻ. എന്റെ രേവതിയെ കുറിച്ച് അങ്ങനെ വല്ല മോശമായിട്ട് സംസാരിച്ചാ? എടാ, നിന്റെ ഭാര്യയല്ലടാ കേൾക്കാത്ത കാര്യം ഇവിടെ വന്ന് പറഞ്ഞത്. എന്റെ ശ്രുതിയെ കുറിച്ച് അങ്ങനെ പറയുമ്പോ ഞാൻ കൈകെട്ടി നോക്കി നിൽക്കണോ? നീ എന്റെ വായില് പല്ല് തോക്കുന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് അടിക്കടാ എന്നെ. അടിച്ചു നോക്ക്. ശ്രുതിയുടെ കൈ വെറുതെ ഇരിക്കുമെന്നല്ല. എടാ, ഒന്ന് നിർത്ത്. ആദ്യം നിന്റെ ഭാര്യ ഇങ്ങോട്ട് വരട്ടെ. ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കെല്ലാം. ഇവന്റെ ഭാര്യ പഠിച്ച കള്ളിയാ. അവള് മിക്കവാറും പോയിട്ട് ഏതെങ്കിലും ഒരു ഫേക്ക് ഡോക്ടറെ ഒപ്പിച്ച് കാണും. അങ്ങനെ ഒരു ഫേക്ക് റിപ്പോർട്ടും ഉണ്ടാക്കും. എന്നിട്ട് അതൊക്കെ വിശ്വസിക്കാനായിട്ട് ഇവിടെ ഓരോരുത്തരും. എന്റെ ഭാര്യ തെളിയിക്കടാ. തെളിഞ്ഞു കഴിഞ്ഞാ നിന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാനും അമ്മയും ഒരു വരുത്ത് വരും. ഇവളെ പുറത്ത് കളയാൻ വേണ്ടി. നോക്കിക്കോ നീ. പിന്നെ നീ ഞൊട്ടും. എടാ, എന്റെ രേവതി ഇവിടുന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിലേ സച്ചിയുടെ രോമതത്തൊട്ടിട്ടായിരിക്കണം. അങ്ങനെ ധൈര്യമുള്ളവര് വാടാ. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്ക് ധൈര്യം ഉണ്ടടാ. ചന്ദ്രമതി പറഞ്ഞതാ. ഇവളെ പുറത്ത് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുക തന്നെ ചെയ്യും. ആ സമയത്താണ് ഒരു ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പൊ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, ഓട്ടോ വന്നിട്ടുണ്ട്. ശ്രുതിയാണെന്നാ തോന്നുന്നത്. ശ്രുതിയാണെന്ന് ചെന്ന് നോക്കി. ആ സമയത്ത് ശ്രുതി ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതെ, ശ്രുതി തന്നെയാ. അപ്പോഴാണ് ശ്രുതി അകത്തോട്ട് കയറി വരുന്നത്. ശ്രുതി, എന്റെ ശ്രുതി, നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. ഇവിടെ ആരൊക്കെ നിന്നെ പുറത്ത് വന്ന് അന്വേഷിച്ചെന്നറിയോ? എന്തിനാ എന്നെ അന്വേഷിക്കാൻ നിൽക്കുന്നത്? ആന്റി എനിക്ക് 1 മണിക്കൂറത്തെ സമയം തന്നു. ആ സമയത്തിനകം എനിക്കിത് തെളിയിക്കാൻ മറ്റു മാർഗമൊന്നും കണ്ടില്ല. നേരെ എനിക്ക് പരിചയമില്ലാത്ത ഒരു ഡോക്ടറെ ചെന്ന് കാണുമായിരുന്നു. പലറെട്ടത്തി, അതങ്ങ് മടക്കി ഒതുക്കി പെട്ടിയിൽ വെച്ചേക്ക്. നിങ്ങളെ പരിചയത്തിലുള്ള ഡോക്ടറെ കണ്ടതുകൊണ്ട് മാത്രം ആയില്ല. അത് നിങ്ങൾ ഫേക്കായിട്ട് ഒപ്പിച്ചെടുത്തതല്ലെന്ന് ആര് കണ്ടു? അപ്പൊ വർഷ പറയുന്നുണ്ട്, അതെ, ശ്രുതി ചേച്ചിയുടെ പരിചയത്തിലുള്ള ഡോക്ടറെ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. നമ്മുടെ പരിചയത്തിലുള്ള ഡോക്ടർ തന്നെ വേണം. ദേ വർഷേ, നീ വെറുതെ എന്നോട് ഉടക്കാൻ നിൽക്കരുത്. നിന്റെ ചാരിത്രത്തെ ഇതുപോലെ ചോദ്യം ചെയ്താൽ നിനക്ക് സഹിക്കോ? അതുപോലെ ഒരു പെണ്ണായി എനിക്കും സഹിക്കില്ല. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ നേരെ എന്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോവാ. എനിക്ക് പിന്നെ ആരെയും വേണ്ട. ദേ ശ്രുതി, നിന്റെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പോകും, മലേഷ്യയിലേക്ക്. അയ്യോ ശ്രുതി, നീ അങ്ങനെയൊന്നും പറയില്ലേ. വർഷേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്തിനാ എന്റെ ശ്രുതിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിഷമാവില്ലേ? ശ്രുതിയേട്ടാ, ശ്രുതി ചേച്ചി എവിടെയോ പോയിട്ട് ആരെയോ സംഘടിപ്പിച്ച് കൊണ്ടുവരാണെന്ന് ആര് കണ്ടു? അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എന്റെ ശ്രുതി ചെയ്യില്ല. അങ്ങനെ ശ്രുതി അകത്തോട്ട് കയറി പോവാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ചന്ദ്രമതി പറയുന്നത്, നിൽക്കവിടെ. അമ്മേ, എന്താ അമ്മേ? എന്റെ റിസൾട്ട് എപ്പോഴാ കിട്ടുക? അത് വന്നു കാണും അമ്മേ. എന്നാ പിന്നെ ആ റിസൾട്ട് വാങ്ങിച്ചിട്ട് നിനക്ക് പോരായിരുന്നില്ലേ? അല്ല, അമ്മയും കൂടി വിളിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുമല്ലോ. എനിക്കിപ്പോൾ അവിടെ ചെന്നിട്ട് അതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയണ്ട. എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആ റിപ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരായിരുന്നില്ലേ? പക്ഷേ അമ്മ വന്നാലല്ലേ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റൂ. എന്നാലേ എനിക്ക് അവിടം വരെ വന്നിട്ട് ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരാളെ വിളിച്ചിട്ടുണ്ട്, ഒരു ഡോക്ടറെ. ഇങ്ങോട്ട് വരും ഇപ്പൊ അവര്. അമ്മ എന്തിനാ അങ്ങനെ ചെയ്തത്? അതെന്താ, ഏത് ഡോക്ടറായാലും അറിയേണ്ടത് അറിഞ്ഞാ പോരെ? അതല്ല, ഞാൻ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കല്ലായിരുന്നു. അപ്പൊ പിന്നെ അമ്മ ഇപ്പൊ അങ്ങനെ പറഞ്ഞാലോ? ഏത് ഡോക്ടറായാലും ഒരു കുഴപ്പമില്ല, അറിയേണ്ട സത്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇനിയിപ്പോ ഇവിടുന്ന് ഈ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അഥവാ ഇനി നേരെ തിരിച്ചാണ് എന്തെങ്കിലും പറയുന്നെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്കോ അവൾക്കോ എങ്ങോട്ടും പോകേണ്ട ആവശ്യം വരില്ല. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അകത്തോട്ട് കയറി പോവാണ് കേട്ടോ.
ബാമയാണെങ്കിൽ അടുക്കളയിൽ എന്തോ കഴിച്ചോണ്ടിരിക്കാന് അങ്ങോട്ടേക്കാണ് ചെല്ലുന്നത്. ബാമേ, നീ ഇവിടെ എന്ത് കഴിക്കുക? ഷോ എന്റെ ചന്ദ്രേ, ഞാൻ രാവിലെ എങ്ങാനും വന്നതല്ലേ, എനിക്ക് വിശന്നിട്ട് വയ്യ. വിശന്നിട്ടേ എന്റെ വയറ്റിലെ കുടല് വരെ എന്നെ തെറി വിളിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞാൻ രേവതി മോളോട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ മോളെ എടുത്തു തന്നതാ എനിക്ക്. ഓ, അവളുടെ ഒരു മോള്. ഏതാടി നിന്റെ മോള്? ആ രേവതിയോ? എന്ത് പറഞ്ഞാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ രേവതി മോളെ കടത്തി വെട്ടാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് രേവതി മോളെ മോളേന്ന് വിളിച്ചാൽ തന്നെ പറ്റത്തുള്ളൂ. ബാമേ, നീ എനിക്ക് സപ്പോർട്ടായിട്ട് വന്നതാണോ അത് അവളെ സപ്പോർട്ട് പിടിക്കാൻ വന്നതാണോ? ഞാൻ ആർക്കും സപ്പോർട്ടായിട്ട് വന്നതല്ല. സത്യം ഏതാണോ സത്യത്തിന്റെ ഭാഗത്ത് ഞാനും നിൽക്കും. നിന്റെ മണ്ടത്തരങ്ങൾക്കൊക്കെ കൂട്ടുന്നേരണ്ടെന്ന് കരുതിയിട്ട് സത്യത്തിന്റെ ഭാഗത്തല്ലാതെ ഞാൻ നിൽക്കത്തൊന്നുമില്ല. ബാമേ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അല്ല, എന്തിനിപ്പൊ ചന്ദ്ര ഇങ്ങോട്ട് വന്നത്? അല്ല, നീ ഏതോ ഒരു ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? ഏതോ ഒരു ഗൈനക്കോളജിസ്റ്റ്. ആ, ഡോക്ടർ മൈഥിലി. എന്നിട്ട് ആ മൈഥിലി ഡോക്ടർ എവിടെ? ഞാൻ വിളിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറിനകത്ത് എത്താന്നല്ലേ പറഞ്ഞത്? 1/2 മണിക്കൂർ ആകുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ വരും. ശ്രുതി വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ വരും ചന്ദ്രേ, നീ വിഷമിക്കാതിരിക്കേ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ. ശ്രുതി ആകെ വിഷമിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുള്ള മട്ടില്. ശ്രുതി, ഇവിടെ നിന്റെ പരാജയം കാണാൻ ആഗ്രഹിച്ചിരിക്കുക പലരും. അവരെ ഞെട്ടിക്കുന്ന തരത്തിലായിരിക്കും ഡോക്ടർ പറയാ. നീ മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ലെന്നും നിനക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ലെന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ആ രേവതി എന്ന് പറഞ്ഞവളെ ഞാനും അമ്മയെ കൂടി തള്ളി പുറത്താക്കും. ശ്രുതി, നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്റെ ശ്രുതി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല ശ്രുതിയേട്ടത്തി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ശ്രുതിയേട്ടത്തി പറഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ശ്രുതിയേട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിന് ശ്രീകാന്തി, ആർക്കാ ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഉണ്ടോ? അതൊരിക്കലും പറയില്ല ടെൻഷൻ ഉണ്ടെന്ന്. എന്റെ ഏട്ടത്തിയുടെ മുഖം വിളിച്ച് പറയുന്നുണ്ട് ഏട്ടത്തിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. ഏട്ടത്തി, സത്യം ഏട്ടത്തിക്ക് അറിയാലോ. അതുകൊണ്ട് സത്യം പോലും പറയുന്നതാ നല്ലത്. ശ്രീകാന്തെ, നീ എന്താ ചോദിക്കുന്നതെന്ന് നിനക്ക് വല്ലതും അറിയോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല ശ്രുതി ഏട്ടത്തി, ഇങ്ങനെ വല്ലതും കേട്ടാ ശ്രുതി ഏട്ടത്തിക്ക് നിസ്സാരമായിട്ട് തെളിയിച്ചൂടെ? ഇപ്പൊ വർഷ തന്നെ കണ്ടില്ലേ, വർഷയുടെ പരിചയത്തിലുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി സമ്മതിക്കാനിട്ടല്ലേ ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രുതി ചേച്ചിക്ക് പേടിയാ ശ്രീകാന്തെ. എനിക്ക് എന്തിനു പേടി? നീ എന്താ വർഷ പറയുന്നത്? ശ്രുതി ചേച്ചി എന്തിനാ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് അങ്ങോട്ട് സച്ചി വരുന്നത്. അതിന് തെറ്റ് ചെയ്ത ആളുകളോട് ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്താ വർഷ കാര്യം? അതിൽ വല്ല കാര്യമുണ്ടോ? അത് ശരിയാ. എന്തായാലും ശ്രുതി ചേച്ചി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രുതി ചേച്ചി ചെയ്തതേ ചെറിയ തെറ്റൊന്നുമല്ല. ജയിലിൽ ഒരുപാട് കാലം കിടക്കാൻ പറ്റിയൊരു തെറ്റാ. ആ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ആകെ വിഷമാവാണ് കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, എന്തൊക്കെയാ വർഷ നീ പറയുന്നത്? അങ്ങനെ എന്റെ ഉണ്ടെങ്കിൽ തന്നെ അത് എന്നെ ബാധിക്കുന്നതല്ലല്ലോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അതെ, അതിപ്പോ ശ്രുതിയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ശ്രുതിക്ക് ഇക്കാര്യത്തിൽ ആരും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ പോടാ സച്ചി. നോക്കിക്കോ, നിന്റെ ഭാര്യ ഇവിടുന്ന് പുറത്താവും. അത് കാണാൻ വേണ്ടി കാത്തിരുന്നോ. ആ സമയത്തിന് വേണ്ടി ഞാനും ശ്രുതിയും കാത്തിരിക്കുക. ഓ ശരി, എന്റെ ഭാര്യ പുറത്തു പോകുന്നു നോക്കി ഇരുന്നോ നീ. ആ സമയത്താണ് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ശ്രുതി, ഡോക്ടർ വന്നെന്നാ തോന്നുന്നത്. ഭാമേന്റി പറഞ്ഞ ഡോക്ടറല്ലേ? ഡോക്ടർ വന്നോ? ശ്രുതി, പേടിക്കണ്ട. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പേടിക്കാതിരിക്കുക എന്റെ ശ്രുതി. ഇതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ സച്ചി ഓടിപ്പോയിട്ട് വാതില് തുറക്കാൻ കേട്ടോ. ആ സമയത്താണ് ഡോക്ടറെ കാണിക്കുന്നത്. സച്ചി ഡോക്ടറെ കണ്ടപ്പോ തന്നെ പറയുന്നുണ്ട്, ഡോക്ടർ മൈഥിലി മേഡം ആണോ? അതെ. മാഡം വന്നാട്ടെ, ഇത് തന്നെ വീട്. മാഡം, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ് ഇല്ല, ജംഗ്ഷനിൽ നിന്ന് തിരിയുന്നത് ഈ വീട്ടിലോട്ടല്ലേ. പിന്നെ ഭാമ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടെത്തി. ഭാമേന്റിക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചേട്ടാ, ഇതാണ് മൈഥിലി ഡോക്ടർ. ഓ, ഇതാണല്ലേ ഡോക്ടർ? മാഡം, ഇതെന്റെ വൈഫ്. മാഡം, ഞങ്ങൾക്ക് ഒരു ബേബി ഉണ്ടാകുകയാണെങ്കിൽ മാഡത്തെ തന്നെ കാണും കേട്ടോ. അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കേ. ഡോക്ടറോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതെ, ശ്രുതിയെ വിളിക്ക്, ചെക്കപ്പ് നടത്തട്ടെ. അതെ, ശ്രുതിയുടെ ചെക്കപ്പ് അല്ല നടത്തുന്നത്, അല്ലാതെ സച്ചേട്ടനെ അല്ലല്ലോ. അപ്പൊ സച്ചേട്ടന് ഇത്ര അങ്ങ് ഉത്കണ്ഠ വേണ്ട. അല്ല, നിന്റെ കാര്യം കൂടി നിർണയിക്കുന്ന കാര്യമാണല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടിയും കിടക്കെടുത്ത് പോണോ വേണ്ടേന്ന് തീരുമാനിക്കാനാ. സച്ചേട്ടാ, നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ശ്രുതിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടാവരുതെന്നാ ഞാൻ എന്റെ മനസ്സിൽ കരുതുന്നത്. ആയിക്കോട്ടെ, ഇവിടെ ഇറങ്ങിയിട്ട് അവിടെ പോയി കിടക്കാനാ. നമുക്ക് രണ്ടുപേർക്ക് എന്നാ പിന്നെ കാറിൽ കിടക്കാം. നിനക്കൊരു കാറും എനിക്കൊരു കാറും, 2 കാറും മേടിച്ചിട്ടുണ്ടല്ലോ. സച്ചേട്ടാ, ഇങ്ങനെ തമാശ പറയാതെ. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? നിന്റെ വീട്ടിലോട്ട് കയറി ചെന്നാ നിന്റെ അനിയനുണ്ടല്ലോ അവിടെ, നമ്മളെ അങ്ങോട്ട് കയറ്റുവോ?
സച്ചേട്ടൊന്നും മിണ്ടാതിരുന്നേ. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, മോനെ ഭാമേന്റി ഇപ്പൊ വിളിക്കാം. ഭാമേന്റി. ആ എന്താടാ സച്ചി? ഡോക്ടർ വന്നിട്ടുണ്ട്. ഇതില് നീ വന്നോ? കുറെ നേരമായോ? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അല്ല, പേഷ്യന്റിനെ വിളിക്ക് ബാമേ, എനിക്ക് ഹോസ്പിറ്റലിലോട്ട് ചെന്നിട്ട് കുറച്ച് തിരക്കുണ്ട്. പിന്നെ പേഷ്യന്റ് ഒന്നും അല്ല, നമുക്ക് ഒരു കാര്യം അറിയണം, അതിനുവേണ്ടി വിളിപ്പിച്ചതാ. എന്ത് കാര്യം? നീ അതേക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഫോണിലൂടെ വിളിച്ച് പറയാൻ പറ്റിയ കാര്യം വല്ലതും ആണോ? എന്താ ബാമേ, നീ ഒന്ന് തെളിയിച്ച് പറ. ഞാൻ പറയാം. ചന്ദ്രേ. ബാമേ, ദാ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ വന്നോ? മൈഥിലി, ഇത് എൻ്റെ ഒരു സിസ്റ്ററാ. എൻ്റെ സ്വന്തം സിസ്റ്ററായിട്ട് തന്നെ വരും. ഇവക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം. എന്തുപകാരമാണെന്ന് ഭാമ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. ഇവളുടെ ഒരു മരുമകളുണ്ട്, മൂത്ത മരുമകൾ ശ്രുതി. ആ ശ്രുതിയെ പറ്റി ഇപ്പൊ ചില കേൾക്കാൻ പാടില്ലാത്ത കഥകളൊക്കെ കേട്ടു. എന്ത് കഥകള്? അതായത് ചന്ദ്രയുടെ മൂത്ത മകനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടിക്ക് മുമ്പ് ഒരു പയ്യനുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നും, അതായത് അവർ കല്യാണം കഴിച്ചിരുന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് ചന്ദ്രയ്ക്ക് അറിയണം. അതിനിപ്പോ ഞാൻ എന്തിനാ? അത് അവരോട് തന്നെ ചോദിച്ചാ പോരെ? അവളോട് ചോദിച്ചിട്ട് അവൾ ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഇതറിയണം, അതിനുവേണ്ടി അത് തെളിയിക്കണം. അതിനാണ് എന്റെ പരിചയത്തിലുള്ള നിന്നെ തന്നെ വിളിച്ചത്. ഷോ, ഇതിനായിരുന്നോ നീ ഇത്രയും തിരക്കില്ല എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ബാമേ? പിന്നെ എന്ത് ചെയ്യാനാ, പുറമെ അറിയാതെ എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്യേണ്ട മൈഥിലി. ശരി, എന്തായാലും ആളെ വിളിക്കൂ. ആ സമയത്ത് പേടിച്ച് വിറച്ചോണ്ട് നിൽക്കാനിട്ടോ ഒരു ഭാഗത്തെ ശ്രുതി. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഡോക്ടർ വന്നിട്ടുണ്ട്, വാ. ശ്രുതി, ഞാനില്ല ശ്രുതി. വാ ശ്രുതി, നീ എന്തിനാ പേടിക്കുന്നത്? വാ. ഇതും പറഞ്ഞ് ശ്രുതിയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഇതാണോ ആള്? അതെ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഒന്നുമില്ല. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അത് ചിലപ്പോ ശ്രുതിക്ക് എന്തെങ്കിലും പെയിനുള്ള വല്ല ടെസ്റ്റും നടത്തുമെന്ന് അറിയാനായിരിക്കും. അല്ല ഡോക്ടറെ, ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റുമോ? ആ സമയത്ത് ഡോക്ടർക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇതാരാ? ഇത് ഇവളുടെ ഭർത്താവാ. അത് ശരി. എന്നിട്ട് ഇയാൾക്ക് അറിയില്ലേ ഇയാളുടെ ഭാര്യ മുൻപ് പ്രഗ്നന്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്? അത് പിന്നെ എനിക്കങ്ങനെ മേഡം അറിയാനാ. ശരി, എന്നാ പിന്നെ നിങ്ങളൊരു റൂമിലേക്ക് വരൂ. ബാമേ, ദേ ഈ മുറിയിലേക്ക് ഇരുന്നോട്ടെ. അങ്ങനെ ഡോക്ടറും ശ്രുതിയും കൂടി മുറിക്കകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി മുറിക്കകത്തോട്ട് കയറുകയാണ് കേട്ടോ. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പുറത്തേക്ക് പോകുന്നില്ലേ? ഇല്ല, ഞാനിവിടെ നിൽക്കും. ഞാനാണിത് തെളിയിക്കണോ വേണ്ടെന്ന് തീരുമാനിച്ചത്. അതൊക്കെ ശരിയായിരിക്കാം, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിലേക്കൊന്നും എന്നെ വലിച്ചയക്കരുത്. അതുകൊണ്ട് എന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ നിങ്ങളൊന്ന് പുറത്തോട്ട് പോയി സഹകരിക്കണം. അതെങ്ങനെ ശരിയാവുക? സത്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയണ്ടേ? സത്യം എന്താണെന്നുള്ളത്, യഥാർത്ഥ സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. അല്ലാതെ ഞാൻ കള്ളമൊന്നും പറയത്തില്ല. ഹശോ, ഇത് വലിയ കഷ്ടമാണല്ലോ. എന്നാ പിന്നെ ശരി, ബാമ ഇവിടേക്ക് നിർത്തട്ടെ. ഒരു ബാമയും നിർത്തണ്ട, ഞാനും പേഷ്യന്റും മാത്രം മതി. നിങ്ങൾ പുറത്തു പോയേ. ഷോ, ഇവരെന്ത് ഇങ്ങനെ? ഇതും പറഞ്ഞോണ്ട് ചന്ദ്രമതി പുറത്തോട്ട് പോകുന്നുണ്ട്. ആ ഡോക്ടർക്ക് നല്ല അഹങ്കാരമുണ്ട്. ചന്ദ്രേ, ആ ഗൈനക്കോളജിസ്റ്റേ അങ്ങനെ ചെറിയ ആളൊന്നും അല്ല. അങ്ങനെ ചെറിയ ആളായി കാണുമൊന്നും വേണ്ട. ഒരുപാട് പ്രസവം നടത്തിയിട്ടുള്ള ഡോക്ടറാ. ആ ഡോക്ടർക്ക് അറിയാം എന്താ എങ്ങനെയാന്നുള്ളത്. ആദ്യം ഒന്ന് മൈഥിലി പുറത്തോട്ട് വരട്ടെ. നീ ഒന്ന് വെപ്രാളപ്പെടാതിരിക്കുക. ഷോ, എന്നാൽ കാര്യം അറിയാനിട്ടെ ഉള്ളിൽ ഒരു ആദ്യ പോലെ. അതൊക്കെ അറിയാം എന്റെ ചന്ദ്രേ. ഓക്കെ, എന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡോർ അടിച്ചോണ്ട് ഡോക്ടർ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ പേര്? അപ്പൊ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശ്രുതി എന്തോ ആലോചിച്ചിരിക്കാൻ കേട്ടോ. അതെ, നിങ്ങളോട് പേരെന്താന്നാ ചോദിച്ചത്? എന്റെ പേര് ശ്രുതി. ശ്രുതിക്ക് എന്താ ഒരു ഭയം പോലെ? അപ്പോ ശ്രുതി മുമ്പ് ഗർഭിണിയായിട്ടുണ്ടോ? ശ്രുതി മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടോ? അത് ഇല്ല. ശരി, അപ്പൊ പിന്നെ ഇങ്ങനെ ഭയക്കേണ്ട ആവശ്യം എന്താ? ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അത് പിന്നെ മാഡം. എന്താ? എനിക്ക് പോയിട്ട് വേറെ തിരക്കുണ്ട്. മാഡം, മാഡത്തിന് കാല് പിടിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും മാഡം. എന്ത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? മാഡം ഇത് ആരോടും പറയരുത്. നിങ്ങളൊന്നും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം, അത് പിന്നെ നിങ്ങളപ്പോ ഗർഭിണി ആയിരുന്നു അല്ലേ? അതെ. എന്നാ പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ വിവരം നേരെ ചെന്നങ്ങ് പറഞ്ഞേക്കാം. ഇത് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കേട്ടോ. ഞാൻ ഡോക്ടർ കാല് പിടിക്കാം. എന്നോടൊന്നും പറയണ്ട. എന്നെ ഏൽപ്പിച്ച പണി ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. ഡോക്ടർ, എന്റെ ജീവിത പ്രശ്നമാണ് ഡോക്ടർ. ഞാൻ ഡോക്ടർ കാല് പിടിക്കാം. ഡോക്ടർ ഇപ്പൊ ഒന്ന് മൂളിയാ എന്റെ ജീവിതം രക്ഷപ്പെടും ഡോക്ടർ. ദേ കുട്ടി, എനിക്ക് അങ്ങനെ കള്ളം പറയാനൊന്നും പറ്റത്തില്ല. ഉള്ളതുപോലെ പറയും. ഭാമ എന്റെ കൂട്ടുകാരിയാണ്. ഭാമയോട് കള്ളം പറയാൻ എനിക്കാവില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ആ സമയത്ത് ശ്രുതി ആകെ പേടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഡോക്ടർ, ഇത്ര പെട്ടെന്ന് ചെക്കപ്പ് കഴിഞ്ഞോ? അപ്പൊ ഭാമ വരുന്നുണ്ട്. മൈഥിലി, എന്തായി കാര്യം?
ആ കുട്ടി മുമ്പ് വിവാഹിതയാണ്. അതുപോലെ തന്നെ ആ കുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ ഭാമി എല്ലാവരും ഞെട്ടി തരിക്കാണ് കേട്ടോ. എന്താ ഡോക്ടർ എന്താ പറഞ്ഞത്? അത് ശരിയാണോ? അതെ, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഈ ശ്രുതി എന്ന് പറഞ്ഞ കുട്ടി മുമ്പ് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ ആ കുട്ടിക്ക് ഒരു കുഞ്ഞും ഉണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകാൻ കേട്ടോ. ആ സമയത്ത് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് വന്നിട്ട് ശ്രുതിയുടെ കഴുത്തിന് പിടിക്കാൻ കേട്ടോ, കഴുത്ത് നരിച്ച് കൊല്ലാൻ നോക്കാൻ കേട്ടോ. ആ സമയത്ത് ശ്രുതി ആർത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണിക്കുന്നത് ഡോക്ടറെ മുന്നിലിരിക്കുന്ന ശ്രുതിയാണ്. എന്താ എന്താ പ്രശ്നം? അത് പിന്നെ ഡോക്ടർ, അതെ, നിങ്ങൾ മുൻപ് ഗർഭിണിയായിട്ടുണ്ടോ? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ പേടിച്ചാരേണ്ടി നിൽക്കുന്നത്? അയ്യോ, അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നല്ലേ? ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കാല് പിടിക്കാൻ ഡോക്ടറെ. എനിക്ക് ഡോക്ടറോട് ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? അപ്പൊ ഡോക്ടറോട് ഇങ്ങനെ ശ്രുതി കാര്യം പറയട്ടോ. ഒരിക്കലും ഞാൻ ഇതിൽ കൂട്ടി നിൽക്കില്ല. ഈ കാര്യം ഞാൻ എന്തായാലും അവിടെ തുറന്നു പറയും. കാരണം ഭാമ എന്റെ കൂട്ടുകാരിയാ. അത് മാത്രമല്ല, ഞാൻ നീതിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യില്ല. മാഡം ഇപ്പൊ എന്നെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തൂങ്ങിച്ചാവും മാഡം. മാഡത്തിന്റെ പേര് എഴുതി വെച്ചിട്ടായിരിക്കും തൂങ്ങിച്ചാവുക. എന്ത്? എന്റെ പേരോ? ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. മാഡത്തിന്റെ പേര് എഴുതി വെക്കും. ഞാൻ മരിക്കാൻ കാരണം മാഡം ആണെന്ന് പറയും. ഷോ, ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്. ദേ കുട്ടി, എന്നെ വെറുതെ ടോർച്ചർ ചെയ്യരുത്. മാഡം, എന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാ. മാഡം സഹകരിക്കണം മാഡം. ദേ, മാഡത്തിന്റെ പേരെങ്ങാനും എഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്താൽ പിന്നെ മാഡത്തിന് ഈ ലോകത്ത് ജീവിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഇനി ഭാമയോട് എന്താ പറയാ? മാഡം, ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. മാഡം എന്റെ കൂടെ എങ്ങനെയെങ്കിലും നിൽക്കണം. മാഡം ഇപ്പൊ എല്ലാവരും പുറത്താക്കിയത് എനിക്കൊരു ആശ്വാസമായിരിക്കുക. ദേ കുട്ടി, എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഭാമ എന്റെ അടുത്ത സുഹൃത്താ. അവളോട് ഞാൻ എങ്ങനെയാ കള്ളം പറയാ? മാഡം കള്ളം പറയണ്ട. ചെക്കപ്പിൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഷോ, ഇത് വല്ലാത്തൊരു പരീക്ഷണമായി പോയല്ലോ. ഇങ്ങോട്ട് വരണ്ടയില്ലായിരുന്നു. ഡോക്ടർ പ്ലീസ്, ഞാൻ ഡോക്ടറുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. എന്റെ ജീവിതം മുന്നോട്ട് പോവാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതെ, ഞാനിപ്പോ ചെയ്യുന്നത് തെറ്റാ. അവരോടെങ്ങാനും നീ ഗർഭിണിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ അവസ്ഥ എന്താ? ഡോക്ടർ എന്റെ കൂടെ നിൽക്കണം പ്ലീസ് ഡോക്ടർ. എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല. ഷോ, ഇതെന്തൊരവസ്ഥയാ, എന്തൊരു പരീക്ഷണ ദൈവമേ. ഡോക്ടർ, എന്റെ കൂടെ നിൽക്കുകയില്ലെന്ന് പറ ഡോക്ടർ. എന്റെ മുന്നിൽ എന്നെ ഡോക്ടർ മാത്രമേ രക്ഷകയായിട്ടുള്ളൂ. അല്ലാതെ എനിക്കെന്താ മാർഗം? ഞാൻ ഇവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ പേര് എഴുതി വെച്ച് തൂങ്ങിച്ചാവില്ലേ? പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുക? മാഡം, ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഇങ്ങോട്ട് വന്നതാ തെറ്റായി പോയത്. ഇതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡോർ തുറക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുവരെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി എപ്പിസോഡ് നമുക്ക് കണ്ടറിയാം. ഡോക്ടർ എന്തായാലും ശ്രുതിയുടെ ഭാഗത്ത് നിൽക്കുമോ എന്നുള്ളത് അറിയണമല്ലോ. ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രേവതിയുടെ കാര്യം കട്ട പുകയായിരിക്കും കേട്ടോ. രേവതിയെ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിൽ കളയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായാലും അടുത്ത ആ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗൈസ്.